ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 35-ാമത്തെ വാക്യം. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. തൻ്റെ മകൻ്റെ 33-ാം വയസ്സിൽ താൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ആ ദുഃഖത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളെയാണ് ഇവിടെ ശിമയോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും എത്ര തവണ ഇങ്ങനെ ദുഃഖത്തിൻ്റെ അനുഭവം നമ്മെ തളർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി എന്തിന് നീ പ്രയാസങ്ങൾ തരുന്നു എന്ന് അറിയാതെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന എത്രയോ നിമിഷങ്ങൾ. ജീവിതം മടുത്തു പോകുന്ന, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന അതിവേദനയുടെ വാളുകൾ നമ്മുടെ ഹൃദയങ്ങളിലൂടെയും കടന്നു പോകുന്ന സാധാരണ പച്ചയായ മനുഷ്യരല്ലേ നമ്മളെല്ലാവരും. ഇവിടെ നാം കാണുകയാണ് ദൈവമാതാവും നമ്മെപ്പോലെ തന്നെ ജീവിതത്തിൽ എത്രയോ തവണ അതിവേദനയിൽ പ്രയാസത്തിലൂടെ ജീവിതം നയിക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ കൂടെ ഉള്ളപ്പോൾ തന്നെ ആ അമ്മ കടന്നു പോകുന്ന വേദനകൾ, തൻ്റെ ഉദരത്തിൽ ദൈവപുത്രനുള്ളപ്പോൾ നസ്രയത്തിൽ നിന്നും ബെത്ലഹേം വരെ യാത്ര ചെയ്യേണ്ടി വരുന്ന അമ്മ, ഒന്ന് വിശ്രമിക്കാൻ തലചായ്ക്കാൻ സത്രത്തിൽ സ്ഥലമില്ലാതെ കാലുകളുടെ തൊഴുത്തിൽ തൻ്റെ മകനെ പ്രസവിക്കേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യ. പിന്നീട് തൊട്ടു പിന്നാലെ രാജാവിൻ്റെ കഠിനമായ ഉത്തരവ്, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണം എന്നുള്ള ആ ഉത്തരവ് കേട്ട് തൻ്റെ കുഞ്ഞു പൈതലിനെയും മാറിലേറ്റി ഈജിപ്തിലേക്ക് അനേകം മൈലുകൾ താണ്ടിയുള്ള തൻ്റെ കുഞ്ഞിൻ്റെ പ്രാണൻ രക്ഷിക്കുവാനുള്ള യാത്ര. 12-ാമത്തെ വയസ്സിൽ ആ അരുമ മകൻ നഷ്ടപ്പെട്ട് 3 ദിവസം അതിവേദനയിലായിരിക്കുന്ന അമ്മ തൻ്റെ മകൻ്റെ 33-ാം വയസ്സിൽ കുരിശ് ചുമന്ന് അർദ്ധനഗ്നനായി ശരീരത്തിലെ മുറിപ്പാടുകളും പേറി വേച്ച് നടക്കുന്ന തൻ്റെ അരുമ മകൻ. 3 ആണികൾ തൻ്റെ മകൻ്റെ 2 കൈയിലും കാലുകളിലും തുളച്ചു കയറി കുരിശിൽ നാട്ടപ്പെടുന്ന, ചോരയിൽ പൊതിഞ്ഞ തൻ്റെ പ്രിയപുത്രൻ്റെ ശരീരം കാണുവാൻ ഇടവരുന്ന ഒരമ്മ. കുരിശിൽ നിന്നും അതിവേദനയുടെ നടുവിൽ തൻ്റെ മകൻ മൊഴിയുന്ന വാക്കുകൾ അതിശ്രദ്ധയോടെ കേൾക്കുവാൻ വിധിക്കപ്പെട്ട ആ അമ്മ അവസാനം തൻ്റെ മകൻ പറയുന്ന ആ വാക്കുകൾ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് പ്രാണൻ ആ വേദന നിറഞ്ഞ, മുറിവുകൾ നിറഞ്ഞ ശരീരത്തിൽ നിന്നും വേർപ്പെടുന്ന നിമിഷത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന ആ മകൻ്റെ സ്വന്തം അമ്മ. അവസാനം ജീവനറ്റ ആ ശരീരം തൻ്റെ 2 കൈയിലും ഏറ്റുവാങ്ങുന്ന അമ്മ. അനേകം വാളുകൾ സ്വന്തം ഹൃദയത്തിലൂടെ പല തവണകളായി ദൈവപുത്രനെ വഹിക്കുന്ന ആ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആ അമ്മ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന, ദുരിതമനുഭവിക്കുന്നവരുടെ നിത്യ സഹായ മാതാവ്. അതിവേദനയിൽ ദുഃഖത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും മുട്ടിപ്പായി അഭയം തേടാവുന്ന അമ്മ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന്, നമ്മുടെ സഹനങ്ങൾ നമുക്ക് അവനിലേക്കുള്ള ദൂരം കൂട്ടാതെ ആ ദൂരം കുറയ്ക്കുവാനായി നമുക്ക് മധ്യസ്ഥം നിൽക്കുന്ന നമ്മുടെ അമ്മ. ദൈവമേ, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ പ്രയാസം, ഞങ്ങളുടെ സഹനങ്ങൾ അവ നീ കണ്ട് നിൻ്റെ പ്രിയപുത്രനായ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുവാൻ അമ്മേ നിനക്ക് മനസ്സുണ്ടാകണമേ. അമ്മേ, ഞങ്ങളുടെ കണ്ണുനീർ കണ്ട്, ഞങ്ങളുടെ കലങ്ങിയ ഹൃദയം, അതിദുഃഖത്താൽ തളർന്ന ഞങ്ങളുടെ മനസ്സ് നീ കണ്ട്
ഞങ്ങൾക്ക് ശരണമായി ഞങ്ങളെ നിൻ്റെ മകനിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ നിൻ്റെ പ്രാർത്ഥന മുഖാന്തരമാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.